ലോകം ഇപ്പോൾ ഒരു സമാധാനത്തിന്റെ പാതയിൽ നീങ്ങുകയാണ്. അതിനിടയിലാണ് ഇറാന്റെ വലിയ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ട്രംപ് ഏത് നിമിഷവും കൊല്ലപ്പെടാം. ചെറിയ ഡ്രോണുകൾ ട്രംപിനെ ഏത് നിമിഷം വേണമെങ്കിലും കൊലപ്പെടുത്താമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമോ? ഇതിപ്പോൾ ശ്രീജിത്തെ, എനിക്ക് തോന്നുന്നത് ഇവർ കടന്നൽക്കൂട്ടിൽ കല്ലെറിയുകയല്ല ചെയ്തത്. ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്ന് കരടിക്കൂട്ടിൽ ചെന്ന് കൈയിടുകയാണ് ചെയ്തതെന്ന്. ഒരിക്കലും ഊരിപ്പോവാനാവാത്ത തരത്തിലുള്ള യുദ്ധമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു തരം തീവ്രവാദത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്ക പോകുന്നത്. കുറച്ച് നാളുകൊണ്ട് അമേരിക്ക ഭീകരവാദ ആക്രമണങ്ങളില്ലായിരിക്കും. ഇസ്രായേൽ നിരന്തരം ഹൂത്തികളുമൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേലിന് കൂട്ടുപിടിച്ച് കുടപിടിച്ച് ചൂട്ടുപിടിച്ച് ഇപ്പോൾ അമേരിക്കയിലേക്ക് അത് വരികയാണെന്ന് തോന്നുന്നു. ശരിയാണ്, സൽമാൻ റുഷ്ദിയെ അവിടെ വധിക്കാൻ വേണ്ടി ഇറാൻ്റെ ഫത്വ അനുസരിച്ച് ഒരാൾ വന്നു. മാരകമായിട്ട് വരിക്കരുത്, ഒരു കണ്ണും പോയി അദ്ദേഹം അസ്തപ്രജ്ഞനായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പാതയിൽ നിന്ന് മാറാനോ അദ്ദേഹം ഇസ്ലാമിനെ അംഗീകരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ ഇച്ഛാശക്തിയെ നമ്മൾ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുകയായിരുന്നു. അമേരിക്കക്കെതിരെ ഒരാക്രമണവും നടത്താതെ അവർ ആണവ ബോംബ് വികസിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത് തകർക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ ചാടി പുറപ്പെട്ടാന്നേ ഞാൻ പറഞ്ഞു. ഇതിപ്പോൾ ഉണ്ടാവാൻ പോകുന്ന വലിയ പ്രത്യാഘാതം എന്ന് പറയുന്നത് അമേരിക്കക്കെതിരായിരിക്കും. ഏതൊരാളിനെ കൊല്ലാൻ വേണ്ടിയാണോ ഇസ്രായേലും അമേരിക്കയും ഒത്തുചേർന്ന് അവിടെ യുദ്ധം നടത്തിയത്, രണ്ടുപേരും ഒത്തുചേർന്നിട്ടും കൊല്ലാൻ കഴിഞ്ഞില്ല. ആണവ ബോംബ് അതിൻ്റെ കാര്യത്തിൽ വിജയമുണ്ടായെന്ന് അവർ പറയുന്നു, പക്ഷേ പൂർണ്ണ വിജയം ഉണ്ടായിട്ടില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവർ തകർക്കാൻ ഉദ്ദേശിച്ച ആ യുറേനിയം സമ്പുഷ്ടീകരണത്തിലേക്ക് സ്വയം പരിവർത്തനം ചെയ്യാൻ ഇറാനിപ്പോൾ സ്വതന്ത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി കമ്മീഷനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവർ വിച്ഛേദിച്ചു. അപ്പോൾ ഇനി അവിടെ എന്ത് ബോംബ് ഉണ്ടാക്കൽ നടന്നാലും ഒരു കുന്തവും IAEA അറിയാൻ പോകുന്നില്ല. അറിയാനുള്ള സാധ്യതകളില്ല. കമ്മ്യൂണിക്കേഷനാണ്. അല്ല, റേഡിയേഷൻ്റെ കാര്യങ്ങൾ കൊണ്ട് അതിൻ്റെ വികിരണം കൊണ്ട് അറിയാൻ പറ്റും. ട്രംപിനെ വധിക്കുമെന്നെല്ലാം അവകാശപ്പെടാനുള്ള കരുത്ത് ഇറാനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ രസകരമായാണ് പറഞ്ഞിരിക്കുന്നത്. ചെറു ഡ്രോണുകൾ ട്രംപിന്റെ പൊക്കിളിലൂടെ കടന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്. വായിക്കൂടെ കടന്നല്ലേ ഡ്രോണുകൾ? പൊക്കിളിലൂടെ അല്ലേ? പൊക്കിളിലൂടെ ചെറിയ ഡ്രോണുകൾ കടന്നു പോകും. എനിക്കറിയില്ല. വാവിളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രോണുകൾ ചെറുതായിട്ടുള്ളതായിട്ട് മൈക്രോ ഡ്രോണുകൾ അയക്കാൻ പറ്റും. പൊക്കിളിൽ കൂടി കടന്നാണ് അല്ലേ? ഓക്കെ. എന്നാൽ പിന്നെ ഹൃദയത്തിൽ കൂടി കടത്തിവിടാൻ വയ്യായിരുന്നു. കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് മരണം സംഭവിക്കും. പക്ഷേ ഇത് പറയുന്നത് ഔദ്യോഗികമായിട്ട് സൈനിക ഉദ്യോഗസ്ഥനാണ്. വെയിൽ കാഞ്ഞ് കിടക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ കിടക്കുമ്പോൾ കുഞ്ഞൻ ഡ്രോണുകൾ ട്രംപിന്റെ പൊക്കിൾ തുളച്ചു കയറും. കാര്യങ്ങൾ അത്ര ലളിതമാണ്. ഇറാൻ ഉന്നത സൈനികോദ്യോഗസ്ഥനാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഖമേനിയുടെ വിശ്വസ്തനുമായിട്ടുള്ള ജവാദ് ലറിജാനിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഖമേനിയുടെ അനുവാദം കൂടെ അദ്ദേഹം ഇങ്ങനെ പറയത്തില്ല. പണ്ട് ഖമേനിയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഇവരൊരു വരുത്തിയല്ലോ ഇസ്രായേൽ. ഇതും കൂടെ ഞങ്ങൾ കണ്ടുപിടിച്ചവനെ ഇപ്പോൾ കൊല്ലും, മാളത്തിൽ ഒളിച്ചിരിക്കുന്ന എലിയാണെന്ന് പറഞ്ഞു. കൊന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ പുറത്ത് പ്രത്യക്ഷത്തിൽ പെട്ടിരിക്കുന്നു. പണ്ട് ഇതുപോലെയായിരുന്നു സദാം ഹുസൈൻ. കൊല്ലുമെന്ന് പറഞ്ഞ സമയത്ത്, യുദ്ധത്തിൻ്റെ സമയത്ത് അദ്ദേഹം പുറത്തിറങ്ങി. പക്ഷേ അതിൻ്റെ 2-ാം ദിവസം അമേരിക്ക അദ്ദേഹത്തിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി തൂക്കിലേറ്റുകയായിരുന്നു. പക്ഷേ ഖമേനിയെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയും കൂടി ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഖമേനിയെ അവർ വധിച്ചില്ല. അവർക്ക് പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. കാരണം അതിൽ അവർക്കൊന്നും പേടിക്കാനില്ല. അറബ് രാഷ്ട്രങ്ങളിൽ കൂടുതൽ, സുന്നി രാഷ്ട്രങ്ങൾ കൂടുതൽ അമേരിക്കയെ മനസ്സാ പിന്തുണച്ച്. പുറമേ അവർ പറയും ഇത് വളരെ അപലപനീയമാണ്, പക്ഷേ പിന്തുണച്ച്. കാരണം അവർക്കെല്ലാം വലിയ ഭീഷണിയാണ്. ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പെട്രോൾ ഡോളറും മുഴുവൻ നശിച്ചു പോകും. അമേരിക്കയുടെ സുരക്ഷാ സന്നാഹങ്ങൾ മാത്രമല്ല, അറബിൻ്റെ ആ സ്വർണ്ണ ഖനികളുണ്ടല്ലോ, എണ്ണപ്പാടങ്ങൾ, അത് മുഴുവൻ കത്തിച്ചാമ്പല. ആ പേടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ എങ്ങനെയെങ്കിലും ഒന്ന് തകർന്നു ഖമേനി ഇരിക്കുന്നിടത്തോളം അവരുമായിട്ട് സൗഹൃദത്തിൽ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വേറൊരു ഭരണം വന്നാൽ, ജനാധിപത്യത്തിലൂടെ വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്ന് കരുതുന്നവരാണ് അറബ് രാഷ്ട്രങ്ങളിൽ ഭൂരിപക്ഷവും. പുറമേ പറയുന്നതല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്നാൽ ഏതെങ്കിലും രക്ഷയുണ്ടായിരുന്നെങ്കിൽ ഇറാനിലെ ജനങ്ങൾ ചിലപ്പോൾ പ്രതിഷേധിക്കും. അറബ് രാജ്യങ്ങളിൽ ആ പ്രതിഷേധം ഉണ്ടാവുകയില്ല. പറ്റുമായിരുന്നെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്രമാത്രം ശക്തമാണ് ഇറാൻ. ഇസ്രായേലിൻ്റെ യുദ്ധങ്ങൾ ഏതൊരു രാജ്യത്തോട് ജയിച്ചിട്ടില്ലയോ ആ രാജ്യമാണ് ഇറാൻ. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഭീഷണിയുടെ പേടിച്ച് അടങ്ങിയിരിക്കുകയല്ല അവർ. ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതും ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യത്തിൻ്റെ ശക്തനായ പ്രസിഡന്റിനെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നോർത്ത് കൊറിയ പോലും പറഞ്ഞിട്ടില്ല ഇതുപോലെ ശക്തമായിട്ടുള്ള വാക്കുകൾ ഭീഷണിയുടെ സ്വരത്തിൽ.
അങ്ങ് കൂടുതൽ ആളാവണ്ട, നിൻ്റെ അന്തകൻ ഇവിടെ ഉണ്ടായിരിക്കുന്നു. ആ മലരും മലരും കുന്തിരിക്കയൊക്കെ, കുന്തിരിക്കാൻ മതിയല്ലോ, അവിടെ മലരില്ല, കുന്തിരിക്കവും വെച്ചോണ്ടിരുന്നു, കാത്ത് സൂക്ഷിച്ചിരുന്നു. കുന്തിരിക്കാൻ കരുതിക്കോ എന്നുള്ളൊരു വാണിംഗാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു മുദ്രാവാക്യമാണെങ്കിലും ഇത് നടപ്പാക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രം തന്നെയാണ് ഇറാൻ. ഫത്വ പറഞ്ഞു കഴിഞ്ഞാൽ മതമേധാവി ദൈവത്തിൻ്റെ വാക്കുകളായിട്ടാണ് കണക്കാക്കുന്ന അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർ, ഈ ഷിയാ മതത്തിൽ വിശ്വസിക്കുന്നവർ, അതവർ നടപ്പാക്കും, എങ്ങനെയെങ്കിലും നടപ്പാക്കും. അങ്ങനെ ചെയ്യാൻ കഴിവുള്ള ആര്യന്മാരാണ്, പ്യുവർ ആര്യന്മാരാണ്, നല്ല ബുദ്ധിയുള്ളവർ. ഞാൻ റേസിസം പറയുകയല്ല, നല്ല ബുദ്ധിയുള്ള ആൾക്കാർ. ആ ബുദ്ധി ഇപ്പോൾ ദുരുപയോഗം ചെയ്യുകയാണെന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ മതത്തിന് വേണ്ടിയിട്ട്. അവർ വിചാരിച്ചാൽ അത് നടപ്പാക്കാൻ തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ അതുകൊണ്ട് ഒരു ഭീഷണി എന്ന് പറയുന്നത് വെറുമൊരു ഭീഷണിയല്ല, തമാശയായിട്ട് എടുത്തിട്ട് ട്രംപ് തൽക്കാലം അത്. പക്ഷേ ഇപ്പോൾ നോക്കിക്കോളൂ, അവരുടെ സകല ഇൻ്റലിജൻസ് സംവിധാനങ്ങളും ഇങ്ങനൊരു ശ്രമം ഉണ്ടോ എന്നുള്ള പരക്കം പാച്ചിലായിരിക്കും. CIA എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. CIA പോലും തെറ്റിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഗൂഢാലോചന നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും സ്വയം സന്നദ്ധരായിട്ടുള്ള ചാവേറുകളായിട്ട് വരുന്നവർക്ക് ഇത് നിഷ്പ്രയാസം CIA മറികടന്നുകൊണ്ട് ചെയ്യാൻ കഴിയും. CIA ഇല്ലാഞ്ഞിട്ടല്ലല്ലോ സൽമാൻ റുഷ്ദി എന്ന് പറയുന്ന ജീവന് ഭീഷണിയുള്ള ആളിനെ അമേരിക്കയിലിട്ട് തന്നെ വകവരുത്താൻ ശ്രമിച്ചത്. മരിച്ചില്ല എന്നുള്ളത് സത്യം തന്നെ. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ ചെയ്യാൻ കഴിവുള്ള രാഷ്ട്രം, അതിന് മടിക്കാത്ത രാഷ്ട്രവും ആണ്. അത് മതപരമായിട്ടുള്ളൊരു കർമ്മമായിട്ട് കരുതുന്നവരാണ്. അതാണ് മതവും രാഷ്ട്രവും തമ്മിൽ. ട്രംപിന്റെ പ്രതികരണം എന്തായിരിക്കും? അദ്ദേഹം എന്തുണ്ടെങ്കിലും പ്രതികരിക്കുന്ന ഒരു മനുഷ്യൻ. തമാശയായിട്ട് എടുത്തിട്ടേ ഉള്ളൂ, തമാശയായിട്ടാണ് അപ്പോൾ അദ്ദേഹം എടുത്തത്. കാരണം ഫ്ലോറിഡയിലാണ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ. അവിടെ ഇനി ഒരു വേനൽക്കാലം ചെലവഴിച്ച് വെയിൽ കൊള്ളാൻ ഞങ്ങൾ, ബാസ്കിങ് എന്നാണല്ലോ, വെയിൽ കൊണ്ട് വിളവേറ്റ് കിടക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല, അതിന് മുമ്പേ അതിനെ തീർക്കും എന്നാണ് പറഞ്ഞത്. അതിന് ട്രംപ് പത്രപ്രവർത്തകർ ചോദിച്ചു അതിൻ്റെ മറുപടി എന്താ? ഞാനത് 6ാമത്തെ വയസ്സിൽ മാത്രം വെയിൽ കൊണ്ടിട്ടാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ വെയിലേൽക്കാൻ പോകുന്നില്ലെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം വെയിലേൽക്കാൻ ഇനി പോയി കഴിഞ്ഞാൽ ഇവൻ്റെ പിന്നെ ഡ്രോണകത്ത് കയറുമോ എന്നുള്ളത്. ഈ ഡ്രോൺ ഇങ്ങനെ അകത്ത് കയറാൻ ഏറ്റവും എളുപ്പമുള്ള സന്ദർഭം ഈ നിസ്കരിക്കുന്ന സമയത്താണ്. ഈ നിസ്കാര സമയത്ത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഈ ഡ്രോണിൽ കൂടി ഉണ്ടാകാൻ സാധ്യത വളരെയാണ്. കാരണം പിന്നിൽ കൂടാണല്ലോ വരുന്നത്. പക്ഷേ അല്ലാത്ത സമയത്ത് പൊക്കളിക്കൂടി ഇങ്ങനെ കയറാനുള്ളതൊന്നും പിന്നെ എനിക്കറിയില്ല. അത് വളരെ വേഗത്തിൽ വന്നിട്ട് അതിനെ നശിപ്പിക്കാൻ കിട്ടും. അദ്ദേഹത്തിന് ചുറ്റും സുരക്ഷാ ഗാർഡുകളൊക്കെ ഉണ്ട്, അവരെ ഭേദിച്ച് വേണമല്ലോ വരാൻ. അതെങ്ങനെ വരുമെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഇത് തമാശയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അമേരിക്ക പറഞ്ഞതുപോലെ ഒരു ദുഷ്ടരാഷ്ട്രമാണ് അവർ. പാകിസ്ഥാനെ പോലെ എന്ത് ചെയ്യാനും മടിക്കും. മതവിഭാഗങ്ങൾ രണ്ടും രണ്ടാണെങ്കിൽ എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരു രാഷ്ട്രമാണ്. അതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇങ്ങനെയുള്ള അവരുടെ അഹങ്കാരം തീർക്കാൻ നടത്തിയ ശ്രമം പാഴായി. ബങ്കർ ബസ്റ്റർ ബോംബുകൾ പാഴായി പോയി എന്നേ ഞാൻ പറയുള്ളൂ. അവരുടെ അഹമ്മതി ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ കൂടുതൽ ശക്തമായിട്ടിപ്പോൾ, പൂർവാധിക ശക്തിയായിട്ടിപ്പോൾ പ്രഖരമായിട്ട് വരികയാണ് അമേരിക്കയ്ക്കെതിരെ. കാരണം വലിയൊരു നാണക്കേടാണ്. ലോക സമാധാന സമ്മേളനം വാങ്ങിക്കാൻ ഇങ്ങനെ, നൊബേൽ സമ്മാനം വാങ്ങിക്കാൻ ഇങ്ങനെ കയ്യും കെട്ടിയിരിക്കുന്ന ഒരു മനുഷ്യനെ തീർത്ത് കളയുന്ന ഒരു രാഷ്ട്രം പറയുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു രാഷ്ട്രം. മോദിയെ പറ്റി ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രത്തലവനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? യുക്രൈൻ പോലും പുടിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ശക്തനാണെന്നും പറഞ്ഞ് നടക്കും, അമേരിക്ക ഫസ്റ്റ് എന്നും പറഞ്ഞ് നടക്കുന്ന ആൾ ഇതൊരു നാണക്കേടിനെ, അവഹേളനത്തെ നേരിടേണ്ടി വന്നത് തന്നെ ഒരു വലിയ മോശം കാര്യം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.